സർക്കാർ രൂപീകരിക്കാൻ വി.ഡി. സതീശനെ ക്ഷണിച്ച് ഗവർണർ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയും തിങ്കളാഴ്ച ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ UDF-ൽ സജീവമായി ഇപ്പോഴും തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി സതീശൻ നിയമന കത്ത് കൈമാറിയിരുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണ അറിയിക്കുന്ന കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ അംഗങ്ങളാകും എന്നതിലും ആകാംക്ഷയേറുകയാണ്. ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തുന്നതായി സൂചനയുണ്ട്. മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പ് അതിപ്പോൾ ആഭ്യന്തരമോ ധനകാര്യമോ എന്നതിലാണ് കൃത്യമായ തീരുമാനം വരാനുള്ളത്. അത് ഏറ്റെടുക്കുമെന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡൊക്കെ പ്രതീക്ഷിക്കുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിശ്വനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M വിൻസെന്റ്, N ശക്തൻ, M ലിജു, ബിന്ദു കൃഷ്ണ, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകൾക്ക് സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ മുൻഗണനയുണ്ട്. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം 12 പേർ കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഹൈക്കമാൻഡിന്റെ സതീശന്റെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി രമേശ് ചെന്നിത്തലയെ സാന്ത്വനപ്പെടുത്തുക, മന്ത്രിസഭയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. കാരണം പുറത്തു നിൽക്കുന്ന ചെന്നിത്തല അകത്ത് നിൽക്കുന്ന ചെന്നിത്തലയേക്കാൾ അപകടകാരിയാണ്, സംശയമില്ല. 5 വർഷം സതീശന് സമാധാനമായി ഭരിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് കരുതാം. ഒപ്പം മറ്റ് മന്ത്രിമാരുടെ വിവരങ്ങൾ, കൂടുതൽ സാധ്യതാ പട്ടികയിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇനിയുള്ള ആകാംക്ഷ മുഖ്യമന്ത്രി ആര് എന്നതായിരുന്നു ഇതുവരെയുള്ള ആകാംക്ഷ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ആകാംക്ഷ ആരൊക്കെയാണ് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ മിനിസ്ട്രിയിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന ചോദ്യമാണ്. അതിൽ കോൺഗ്രസിന് ആരൊക്കെ മന്ത്രിമാർ എന്ന കൗതുകം ആദ്യം തന്നെ ഉണ്ടാവും. കാരണം ഒരു നിര നേതാക്കളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടത്. ഇതിൽ അരിച്ചരിച്ച് വരുമ്പോൾ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് വരുമെന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ പലരും വർഷങ്ങളായി മത്സരിച്ച് വരുന്നവരാണ്. അവർക്കെല്ലാം മന്ത്രിസഭാ സ്ഥാനം കിട്ടുമോ? അതല്ല, ഒരു ജനറേഷൻ ചേഞ്ച് അത് വി.ഡി. സതീശൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ചേഞ്ച് മന്ത്രിസഭയിലും പ്രകടമാകുമോ എന്ന ചോദ്യമാണ്. അവിടെയാണ് ഈ സാധ്യതകൾ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ പരിചിത മുഖങ്ങൾ ഉണ്ട്. അത്തരം ആളുകളെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവരുമോ? വി.ഡി. സതീശൻ്റെ ഒരു സ്റ്റൈൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. പക്ഷേ വി.ഡി. സതീശന് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏറ്റവും പ്രകടമാവുക. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അതിനപ്പുറം മറ്റു ചില താല്പര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം. അപ്പോൾ അത് ആരൊക്കെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയെ എങ്ങനെ പരിഗണിക്കും? രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ ഗുരുവായൂരിലെത്തിയ അദ്ദേഹം വി.ഡി. സതീശന് ആശംസ നേരുന്നു എന്ന നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറം മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭാ അംഗങ്ങളെ നിശ്ചയിക്കുക എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇപ്പോഴും ഒരു ആകാംക്ഷ നിലനിർത്തുകയാണ്. സസ്പെൻസ് രമേശ് ചെന്നിത്തല ബാക്കി നിർത്തിയേക്കുകയാണ്. രമേശ് ചെന്നിത്തല ഇനി പ്രധാനപ്പെട്ട വകുപ്പ്, ആഭ്യന്തരം പോലെയുള്ള വകുപ്പുകൾ കിട്ടിയാൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതായത് 10 വർഷം മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് കൂടിയാണ് ആഭ്യന്തര വകുപ്പ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും വി.ഡി. സതീശൻ, അദ്ദേഹത്തിൻ്റെക്കാൾ 8 വർഷത്തിലധികം ജൂനിയറായ വി.ഡി. സതീശന് കീഴിൽ മന്ത്രിയായിരിക്കുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സതീശൻ, ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന MLA-മാർ കടുത്ത സമ്മർദ്ദം അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന സമ്മർദ്ദം ശക്തമായി ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടൽ കൂടി നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഹൈക്കമാൻഡിന് മുന്നിൽ ഇനിയുള്ള ദൗത്യം 2 പേരെ പ്രധാനമായും അനുനയിപ്പിക്കുക. ഒന്ന് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട അനുനയ നീക്കങ്ങൾ ഇന്നലെ നടന്നതിന് തുടർച്ചയായുള്ള ബാക്കി നീക്കങ്ങൾ നടക്കേണ്ടി വരും. മറിച്ച് രമേശ് ചെന്നിത്തലയെ കൂടി ഒപ്പം നിർത്തേണ്ടി വരുമെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി. രണ്ടാമത്തെ കാര്യം, UDF മിനിസ്ട്രിയിലേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ അനുവദിക്കുമെന്ന കാര്യം കൂടിയാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, 5ാം മന്ത്രി വിവാദകാലമൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായി ഇത്തവണയും 5ാം മന്ത്രി എന്ന ക്ലെയിം അവർക്ക് ഉന്നയിക്കാം. കാരണം ഏറ്റവും ഒടുവിലത്തെ UDF മിനിസ്ട്രിയിൽ അവർക്ക് 5 മന്ത്രിമാരുണ്ടായിരുന്നു. ആ ക്ലെയിം തന്നെ അവർ ഉന്നയിക്കും.
അതിനപ്പുറം ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള സ്ഥാനങ്ങളും ലീഗ് ലക്ഷ്യമിടുന്നുണ്ട്. അതിലേക്ക് ആര് കടന്നു വരുമെന്ന ചോദ്യമാണ്. അപ്പോൾ ലീഗിൻ്റെ മന്ത്രിമാരെന്ന കാര്യത്തിൽ കൂടി വ്യക്തതയുണ്ടാവും. അപ്പോൾ 10 ഒപ്പം സ്പീക്കർ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും സംബന്ധിച്ച് അതാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നത്. മറ്റ് എണ്ണത്തിൽ മാത്രമേ, പരമാവധി 10 എണ്ണത്തിൽ മാത്രമേ വീതം വെപ്പ് നടക്കാൻ സാധ്യതയുള്ളൂ. അതിൽ ലീഗ് 5 മന്ത്രിമാരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് 5 മന്ത്രിസ്ഥാനങ്ങളാണ്. ആ 5 മന്ത്രിസ്ഥാനങ്ങൾ എങ്ങനെ വീതം വയ്ക്കുമെന്നുള്ളതാണ്. ചെറു ഘടകകക്ഷികൾക്കെല്ലാം ഓരോ എണ്ണം വീതം നൽകും. കേരള കോൺഗ്രസ് 2 ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഒന്ന് മാത്രം, അത് മോഹൻ ജോസഫിലേക്ക് ഒതുങ്ങും. ഷിബു ബോബി ജോൺ RSPയിൽ നിന്നാവും. അനൂപ് ജേക്കബിന് ടേം വ്യവസ്ഥയിലാണോ കൊടുക്കുക, അതല്ലെങ്കിൽ നേരിട്ട് ഒരു പൂർണ്ണ മന്ത്രിസ്ഥാനം കൊടുക്കുമോ? മാണി സി കാപ്പനെ എങ്ങനെ പരിഗണിക്കും? ഇതടക്കമുള്ള CMB എങ്ങനെ പരിഗണിക്കും? ഇതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസിന് മുന്നിൽ, UDFന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി കൂടി മന്ത്രിസഭാ വീതം വെപ്പ് കൂടിയാണ്. അതാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവേണ്ട തീരുമാനം. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 1 ലക്ഷത്തിലധികം ആളുകളെ അണിനിരത്തിക്കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വളരെ വിപുലമായ ഒരു സംവിധാനമാണ്. 10 വർഷത്തിന് ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുമ്പോൾ അത് വലിയ ആഘോഷമാക്കുക. പതിവായി UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ലോക് ഭവൻ കോമ്പൗണ്ടിൽ പന്തലിട്ട് നടത്തുക എന്നതാണ് പതിവായ രീതി. പക്ഷേ ഇത്തവണ അത് മാറ്റി വലിയ വിപുലമായൊരു സംവിധാനമാണ് ഒരുക്കുന്നത്. മാത്രമല്ല എല്ലാ മന്ത്രിസഭാംഗങ്ങളും അന്നത്തെ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. ഇതാണ് VD സതീശൻ്റെ കൂടി ലക്ഷ്യം. അപ്പോൾ ഇന്ന് പകൽ ദിനം നടക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളും ആലോചനകൾ കൂടിയാണ്. തീർച്ചയായും ആരൊക്കെ മന്ത്രിമാരാകും? രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ? കഴിഞ്ഞ 10-15 ദിവസമായി മുഖ്യമന്ത്രിയെക്കുറിച്ചായിരുന്നു ചർച്ച. ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് UDF കടക്കുകയാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുമോ? ജോസഫ് ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ? ചെറുകക്ഷികളെ എങ്ങനെ പരിഗണിക്കും കോൺഗ്രസ്? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകാനുണ്ട്. ഏതായാലും